സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ആദ്യം തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കണം, തെറ്റുകൂടാതെ മനഃപ്പാഠമാക്കണം. എന്നിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കണം, ആശയം ഗ്രഹിക്കണം. എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളത് ചൊല്ലണം. എന്താ അങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലണം എന്ന് പറയാൻ കാരണം? ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാലഹാ മിനൻ നഹാരി, ആരെങ്കിലും ഇത് പകൽ സമയത്ത് പറഞ്ഞാൽ, മൂഖിനൻ ബിഹാ, അതിൽ ദൃഢമായി വിശ്വസിച്ചവനായ നിലക്ക്, ഫമാത, എന്നിട്ടവൻ മരണപ്പെടുകയും ചെയ്തു, മിൻ യൗമിഹി, ആ ദിവസത്തിൽ അവൻ മരണപ്പെടുന്നു, ഖബ്ല അൻ യുംസിയ, പ്രഭാതത്തിൽ അവൻ പറഞ്ഞു അല്ലെങ്കിൽ പകലിൽ പറഞ്ഞു, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്, അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, ഇനി ആരെങ്കിലും രാത്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പറഞ്ഞാൽ, വഹുവ മൂഖിനുൻ ബിഹാ, അതിനെക്കുറിച്ച് ദൃഢമായി വിശ്വസിച്ചവനായ നിലക്ക് രാത്രിയിൽ ഇത് പറഞ്ഞു, ഫമാത, എന്നിട്ടവൻ മരണപ്പെട്ടു, ഖബ്ല അൻ യുസ്ബിഹ, സുബഹിയാകുന്നതിന്റെ മുമ്പ്, പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശികളിൽപ്പെട്ടവൻ തന്നെയാണ്. ഇതാണ് ഹദീസിലുള്ളത്. വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ. ഇത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ഇത് മനഃപ്പാഠമുണ്ടാകും, ചൊല്ലുന്നവരുണ്ടാകും, അർത്ഥം ഗ്രഹിച്ചവരുണ്ടാകും, ആശയം ഗ്രഹിച്ചവരുണ്ടാകും. മറന്നുപോകരുത്, ഇത് നാം പകലിൽ ഒരു തവണ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം, രാത്രിയിൽ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മരണം 24 മണിക്കൂറാകുന്ന ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിലാണ് നമ്മുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നത്. അതൊരു പക്ഷേ പകലിലാവാം, അതല്ലെങ്കിൽ രാത്രിയിലാവാം. എപ്പോഴായിരുന്നാലും നമ്മൾ മരിക്കും സ്വർഗാവകാശിയായി മരിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ അതിലുണ്ട്, ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. ആദ്യം തന്നെ വിളിക്കുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്നും അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നതെന്നുമുള്ള ആ റബ്ബിനെ കുറിച്ചുള്ള എൻ്റെ കൃത്യമായ വിശ്വാസം ഞാൻ അല്ലാഹുവിനോട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. തൗഹീദിന്റെ പ്രഖ്യാപനം അതിലൂടെ അവൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ആ റബ്ബാണ് എന്നെ പടച്ചത് എന്നടുത്തവൻ സമ്മതിച്ചു പറയുകയാണ്. ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എൻ്റെ ഖാലിഖ്, എന്റെ സൃഷ്ടിച്ചത് തന്നെ നീയാണ് അല്ലാഹുവേ. പിന്നെ പറയുന്നു വ അന അബ്ദുക, നാലാമത് പറയുന്നത് വ അന, ഞാൻ, അബ്ദുക, നിന്റെ അടിമയാണ്. അടിമക്കൊരു പ്രത്യേകതയുണ്ട്, ഉടമ എന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കലാണ് അടിമയുടെ കടമ. അതുകൊണ്ട് തന്നെ റബ്ബേ, എൻ്റെ സൃഷ്ടാവായ നീ പറയുന്നത് എന്തും അനുസരിക്കുന്ന വിനീതനായ ഒരു അടിമയാണ് ഞാനെന്ന് നാലാമതായി പറയാണ്. അഞ്ചാമതായി പറയുന്നത് വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, അല്ലാഹുവേ, ഞാൻ അലാ അഹ്ദിക, നിന്നോടെടുത്ത വാഗ്ദത്തത്തിന്മേലാണ്, വ വഅദിക, നിന്നോടെടുത്ത കരാറിന്മേലാണ്, മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി. അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന അഹ്ദ് നിന്നോടെടുത്തവനാണ്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് നിന്നോട് വഅദ് പറഞ്ഞവനാണ്. അള്ളാഹുവിനോടുള്ള കടമയും അള്ളാഹുവിനോടുള്ള കടപ്പാടും അള്ളാഹുവിനോടുള്ള കരാറും അള്ളാഹുവിനോടുള്ള വാഗ്ദത്തങ്ങളുമൊക്കെ നമ്മൾ അതാ വജ്ഹത്തുവിൽ പറയുന്നുണ്ട്. റബ്ബേ, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ നിസ്കാരം, എൻ്റെ അനുഷ്ഠാനങ്ങൾ, എൻ്റെ ബലികർമ്മം, അതുപോലെ തന്നെ